അടുത്ത സംഭവം എന്താണ്? ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു. കൺവെൻഷൻ തീർന്നിട്ടില്ല, കൺവെൻഷൻ പകുതിയായിട്ടുള്ളൂ. ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതൊക്കെ ആർക്ക് മനസ്സിലാവും? ലളിതമായിട്ട് വല്ലതും പഠിപ്പിക്കാനുള്ളതിന് അവൻ അവന്റെ ശരീരം തിന്നാൻ നമ്മളോട് പറയുകയാണ്. അവൻ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാനിവിടെ നിൽക്കുന്നില്ല, നീ വരുന്നോ? അപ്പൊ കുറച്ചുപേർ പറഞ്ഞു ഞങ്ങളും വരുന്നു. എന്താ ഈ പറയുന്നത്? മനുഷ്യനെ ഭക്ഷണം തരാതെ വിളിച്ചിവിടെ ഇരുത്തിയിട്ട് ഇതൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ കൂട്ടമായി എഴുന്നേറ്റ് പോയി. പത്രോസ് പറഞ്ഞ, കർത്താവേ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ലഘൂകരിച്ചിട്ട് മക്കളെ എല്ലാവരും പോര് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരില്ലേ? പത്രോസ് എന്ന ജനറൽ കൺവീനർ വളരെ വിഷമിച്ചിട്ട് പത്രോസ് യേശുവിനോട് പറഞ്ഞു, തമ്പുരാനേ, എല്ലാവരും അറിയിക്കും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിന്റെ മനസ്സെന്താണ്? 99 എണ്ണത്തെ വിട്ടിട്ട് കാണാതെ പോയി ഒന്നിന്റെ പുറകെ പോകുന്നവനാണ് യേശു, ആണല്ലോ. അപ്പൊ ഈ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിപ്പോയാൽ യേശുവിന്റെ മൈൻഡ് അനുസരിച്ച് യേശു എന്താ ഇനി ചെയ്യേണ്ടത്? ഇതിനോടെല്ലാം നിങ്ങൾ ഇവിടെ ഇരിക്കണേ, ആരും ഇറങ്ങിപ്പോരുത്, പുറത്തൊരു പാട്ട് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് യേശു പോയി അവരെ എല്ലാവരെയും വിളിച്ച്, അതെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളീ പോലും സാരയില്ല, എല്ലാം പതിയെ മനസ്സിലായിക്കോളും, കാലങ്ങൾ ഇനി എത്രയോ കിടക്കുന്നു, എല്ലാവരും ഇങ്ങനെ പോന്നോളുക, എല്ലാം നമുക്ക് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് യേശു അവരെ തിരിച്ചു വിളിക്കണ്ടേ? യേശുവിന്റെ മനസ്സങ്ങനെയല്ലേ? കാണാതെ പോയ ആടിനെ തിരക്കി 99 വിട്ടിട്ട് ഓടിപ്പോകുന്ന ഇടയനാണത്. യേശു അവരുടെ പുറകെ പോകണ്ടേ? യേശു അവരുടെ പുറകെ പോയോ? പോയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു കൂട്ടം ആളുകള് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവുമാണ് വിശുദ്ധ കുർബാന എന്ന് യോഹന്നാൻ 6 യേശു പഠിപ്പിച്ചപ്പോൾ യേശുവിന്റെ വാക്ക് കേൾക്കാതെ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയപ്പോൾ പത്രോസ് പറഞ്ഞു, തമ്പുരാനെ, എല്ലാവരും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, പത്രോസേ, നീയും വേണമെങ്കിൽ പൊക്കോളുക, നീയും പൊക്കോളുക, വേണമെങ്കിൽ അവന്മാരെ വിളിച്ചോ, നിങ്ങൾ പൊക്കോളുക. യേശു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, യേശു കർശനമായ നിലപാടെടുത്ത ഏക വിഷയം വിശുദ്ധ കുർബാന. യേശു പറയുകയാണ്, നിനക്കിത് മനസ്സിലായില്ലെങ്കിൽ പൊക്കോ, നിനക്കിത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊക്കോ, എന്റെ രാജ്യത്തിൽ നിനക്ക് പങ്കില്ല, പൊക്കോ. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, അടിസ്ഥാനപരമായ ഈ വിഷയം ഗ്രഹിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ യു ബി സിംപ്ലി ബി ഔട്ട്, പൊക്കോ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, there is no compromise regarding Eucharist. Hallelujah. No compromise. കത്തോലിക്ക സഭയിലെ 130 കോടി വിശ്വാസികളും സഭ വിട്ടു പോയാലും നോ കോംപ്രമൈസ്. കാരണം എന്താണെന്നറിയാമോ? കാലാകാലങ്ങളിൽ ഓരോ നൂറ്റാണ്ടുകളിൽ വിശുദ്ധ കുർബാനയെ തള്ളിപ്പറഞ്ഞ് ഓരോരുത്തരും സഭ വിട്ടു പോയപ്പോഴും കത്തോലിക്ക സഭ വിശുദ്ധ കുർബാനയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അവര് പറഞ്ഞില്ല, സൗകര്യമുള്ളവര് ഇത് വന്ന് സ്വീകരിച്ചാൽ മതി, കുഴപ്പമില്ല, എല്ലാവരും വേണമെങ്കിൽ തോന്നിയ പോലൊക്കെ ജീവിച്ചോ എന്നൊന്നും പറഞ്ഞില്ല. വിശുദ്ധ കുർബാന കർശനമായ നിലപാടുകൾ. എന്തുകൊണ്ട്? കോംപ്രമൈസ് ഇല്ല. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കുരിശ് മരണം ഇന്ന് ഇവിടെ എനിക്ക് രക്ഷ തരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. യേശുവിന് ഇതിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്. യേശു ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. നിനക്ക് മനസ്സിലായാലും നീ ഗ്രഹിച്ചാലും നീ അംഗീകരിച്ചാലും നീ വന്നാലും നീ വന്നില്ലെങ്കിലും യേശു ഈ വിഷയത്തിൽ വെള്ള